ത്രികോണ രാഷ്ട്രീയ പോരാട്ടം എന്നത് സാധാരണഗതിയിൽ കേരളത്തിന് വലിയ പരിചയമില്ലാത്തതാണ് കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പോൾ പക്ഷേ തിരുവനന്തപുരത്ത് അത് ഒരു ത്രികക്ഷി രാഷ്ട്രീയ പോര്, ആ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ, ഏതാണ്ട് സമശക്തിയുള്ള കക്ഷികൾ ഒന്നിച്ചു നിന്ന് രാഷ്ട്രീയമായിട്ട് പോരടിക്കുമ്പോൾ, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോരടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന കേരളത്തിന് വലിയ പരിചയമില്ലാത്തൊരു സംഭവത്തെ, ഒരു സംഗതിയെ നമുക്ക് മുന്നിലേക്ക് വെച്ചു തരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. അതായത് താരതമ്യേന നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നു. അതൊരു പുതുതായിട്ട് വന്ന, അവർ വലിയ ഉദ്യോഗസ്ഥയ്ക്കായിരിക്കാം, അങ്ങനെ റിട്ടയർ ചെയ്ത ആളായിരിക്കാം, പക്ഷേ പുതുതായിട്ട് രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലേക്ക് വന്ന ഒരു പുതുമുഖ രാഷ്ട്രീയക്കാരിയുടെ ബാലിശ നിലപാടിലൂടെ ഉണ്ടായി വന്ന ഒരു രാഷ്ട്രീയ വിവാദം പക്ഷേ വലിയൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുകയും അതിനകത്ത് മൂന്ന് കക്ഷികളും അവരവരുടേതായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിലെ ഒരു സംഘർഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM ആണ് ഒരു ഭാഗത്തെങ്കിൽ മറ്റു രണ്ട് കക്ഷികൾക്ക് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതൊന്നുകിൽ പ്രശാന്തിനെ അനുകൂലിച്ച് വേണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രശാന്തിനെ എതിർക്കണം. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഒറ്റ അഭിപ്രായത്തിലേക്ക് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം എത്തും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പ്രശാന്ത് ജനകീയനായിട്ടുള്ളൊരു MLA ആണ് അവിടെ. അദ്ദേഹത്തിനെതിരായിട്ട് BJP വെച്ചിരിക്കുന്ന ഒരു ഇത്തരമൊരു വിവാദമാണെങ്കിലും അതിലെവിടെ പക്ഷം ചേരണം എന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപാട് ആലോചിക്കേണ്ടുന്ന കാര്യമില്ലാത്തതാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഓഫീസ് മുറി ഒഴിയുക എന്നത്, എങ്ങനെയാണ് ഒരു MLAയുടെ ഓഫീസ് മുറി ഒഴിയാൻ ആവശ്യപ്പെടേണ്ടത് എന്നതിൻ്റെ സാധാരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിന്നില്ല ശ്രീലേഖ. നേരെ പോയിട്ട് അങ്ങോട്ട് ഒഴിയണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞാനൊരു അഭ്യർത്ഥന പോലെയാണ് പറഞ്ഞത് എന്നവർ പറയുമ്പോഴും ആ അഭ്യർത്ഥനയൊന്നും ഈ ഒരു ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ നീക്കുക എന്നതിന് ഇപ്പോൾ കോർപ്പറേഷൻ ലെറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അവർ വളരെ ബാലിശ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് എന്ന് നാട്ടുകാർക്ക് മുന്നിൽ ഒന്നും കൂടെ വെളിവാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് BJP നേതാക്കൾ ആരും അവരെ പിന്തുണച്ച് വരാത്തത് എന്ന് നമ്മൾ കാണണം. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞ് നിർത്തിയാൽ നാളെ BJP നേതാക്കൾ ശ്രീലേഖയെ ഉറപ്പായിട്ടും പിന്തുണക്കാൻ വരും എന്ന് നമ്മൾ കാണണം. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായിട്ട്, നമ്മൾ തുടക്കത്തിൽ മറ്റത്തൂർ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും പൊതുവിൽ എല്ലായിടത്തുമായിട്ട് ഇതൊരു വിഷയമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലോർക്കണം.